ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ ചോറെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സാധാ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബാസ്മതി റൈസ്, മട്ട റൈസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നെയ്യിൽ ചോറൊന്ന് സോഫ്റ്റായിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചോറെടുത്ത അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് അരച്ചിട്ടെടുക്കണം. ഒട്ടും കട്ടയൊന്നും പാടില്ല. അതുപോലെ ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല, എങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല. അപ്പം ഞാനിതാ ചോറ് വറുത്ത അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കാഷ്യൂസാണ് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചിട്ട് കട്ടയായിട്ട് വരും. അതിൻ്റെ പേരിൽ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ സ്വീറ്റിലുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റായിട്ട് വരുന്നതാണ്. ഇതൊന്നും കൂടെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് തന്നെ ഇത് വരും. അപ്പോൾ ഇത് നമ്മൾ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു പിഞ്ചളവിൽ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു വൈറ്റ് കളറിൽ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ്. അപ്പോൾ നമ്മൾ സ്വീറ്റ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് ഇതുപോലെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനി സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവിയതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും, നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് അലുവ പോലെയൊക്കെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുഡിങ്ങായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു സ്വീറ്റാണ്. സ്പൂൺ വെച്ച് കോരിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.